ഓപ്പറേഷൻ സിന്ദൂറിൽ കരസേനയ്ക്ക് കരുത്തേകിയത് T-72 ടാങ്കുകളാണ്. ലൈൻ ഓഫ് കൺട്രോളിനരികെ നിന്ന T-72 ടാങ്കുകൾ ഇന്ത്യക്ക് നേരെ നിറയൊഴിച്ച പാക് പോസ്റ്റുകളെ തകർത്തെറിഞ്ഞു. ഒറ്റ രാത്രിയിൽ ഒരു പ്രദേശത്തെ പാക് ബങ്കറുകളെ T-72 നിലംപരിശാക്കി. ഇന്ത്യയിലെ ജനങ്ങളെയും ആരാധനാലയങ്ങളെയും ലക്ഷ്യം വെച്ചെത്തിയ പാക് ആക്രമണങ്ങളെ ചെറുക്കാൻ കരസേനയെ സഹായിച്ചത് T-72 ടാങ്കുകളാണ്. ലൈൻ ഓഫ് കൺട്രോളിനരികെ നിരന്ന T-72 ടാങ്കുകൾ ഇന്ത്യക്ക് നേരെ നിറയൊഴിച്ച പാക് പോസ്റ്റുകളെ തകർത്തെറിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാക് ഭീകരകേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തതിനു പിന്നാലെ അതിർത്തിയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ നിരന്തരമായി ലംഘിച്ചു. ഇങ്ങോട്ട് വന്ന ഓരോ ഷെല്ലിനും ഇന്ത്യ ഇരട്ടിയായി തിരിച്ചടി നൽകി. ഈ തിരിച്ചടികൾക്ക് ഇന്ത്യക്ക് മുതൽക്കൂട്ടായത് T-72 ടാങ്കുകളാണ്. 780 കുതിരശക്തിയുള്ള T-72 കനത്ത പ്രഹരമാണ് പാകിസ്ഥാൻ ഏൽപ്പിച്ചത്. T-72 ടാങ്കുകളിൽ ഘടിപ്പിക്കാൻ 1000 കുതിരശക്തിയുള്ള എഞ്ചിനുകൾ വാങ്ങാൻ ഇന്ത്യയും റഷ്യയും തമ്മിൽ കരാർ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് $248 മില്യൺ കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചത്. T-72 ടാങ്കിൽ പുതിയ എഞ്ചിനുകൾ കൂടി ഘടിപ്പിക്കുന്നതോടെ ഇന്ത്യൻ കരസേനയുടെ പ്രഹരശേഷി ഒന്നുകൂടി ഉയരും. ന്യൂസ് ഡെസ്ക്, News 18. യുദ്ധമുഖത്ത് ഇന്ത്യൻ വ്യോമ